കോഴിക്കോട് ഫറൂഖിൽ റഹീമിൻ്റെ മോചനവും കാത്ത് ഉമ്മയുണ്ട്. അതുപോലെ റഹീം നിയമസഹായ സമിതിയുണ്ട്. അവർക്കൊപ്പം നമ്മുടെ പ്രതി ദിൽഷ കൂടി ചേരുന്നു. ദിൽഷ തിലകൻ. അപ്പോൾ ദിലീഷ തിലകൻ. ദിലീഷ, ഗുഡ് മോർണിംഗ്. ദിലീഷ, നമ്മുടെ ഉമ്മയോട് സംസാരിക്കാൻ പറ്റിയോ? അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ഇന്ന് മോചനം ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയുന്നു. അവിടെ അവർക്കൊക്കെ സന്തോഷമാണോ? തീർച്ചയായിട്ടും SKN, കാരണം വലിയ ജനപങ്കാളിത്തത്തോടു കൂടി നടത്തിയ അഭിമാനകരമായ ഒരു പോരാട്ടമാണ്. അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ ശിക്ഷാ കാലാവധി ഇന്ന് പൂർത്തിയാവുകയാണ്. 20 വർഷത്തിന് ശേഷം അബ്ദുൾ റഹീം ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഈ വീട്ടുമുറ്റത്തേക്ക് അബ്ദുൾ റഹീം എത്താൻ എന്നുള്ളതാണ്. നമ്മൾ റഹീമിൻ്റെ വീട്ടിലാണുള്ളത്. റഹീമിന് വേണ്ടി പ്രതീക്ഷയോടെ കണ്ണീര് പറ്റി കാത്തിരിക്കുന്ന ഒരു ഉമ്മയുണ്ട് ഇവിടെ. റഹീമിൻ്റെ സഹോദരനുണ്ട്. ഉമ്മ എന്തായാലും റഹീം എത്തിയതിന് ശേഷം മാത്രമേ ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. റഹീമിനൊപ്പം തന്നെ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് പറയുന്നത്. റഹീമിൻ്റെ സഹോദരനുണ്ട്. അതുപോലെ ഈ പോരാട്ടങ്ങൾക്കെല്ലാം മുന്നിൽ നിന്നിട്ടുള്ള അബ്ദുൾ റഹീം നിയമസഹായ സമിതിയുണ്ട് നമ്മുടെ കൂടെ. എന്ത് തോന്നുന്നു? ഇന്ന് ഇപ്പോൾ ശിക്ഷാ കാലാവധി അവസാനിക്കുകയാണ്. ഇപ്പോൾ നല്ലൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നിപ്പോൾ ലാസ്റ്റ് ദിവസമാണ്, അവൻ്റെ ശിക്ഷ അവസാനിക്കുന്ന ദിവസമാണെന്ന്. അത് കഴിഞ്ഞാൽ അവന് നാട്ടിലേക്ക് എത്തണം. അപ്പോൾ നാട്ടിൽ എത്തണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ആ ടിക്കറ്റ് കൈ കിട്ടിയാലേ നമുക്ക് എപ്പോൾ എത്തും, ഏത് സമയത്ത് എത്തും എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ. അവന് വരുന്നുള്ള പ്രതീക്ഷ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടുന്ന് ഒരു ഡേറ്റ് എന്തെങ്കിലും പറഞ്ഞോ? കൃത്യമായൊരു ഡേറ്റ് ഞങ്ങൾക്ക് അറിവായിട്ടില്ല. ഈ 20 വർഷം എന്ന കാലാവധി ഇന്ന് രാത്രിയോടുകൂടി തീരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് സൗദി പോലുള്ള രാജ്യത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടായിരിക്കും അദ്ദേഹത്തെ തിരിച്ചയക്കുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കൃത്യമായ സമയമോ ഡേറ്റോ ഞങ്ങൾക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ നിയമസഹായ സമിതിക്ക് സാധിക്കാത്ത സാഹചര്യമുള്ളത്. അപ്പോൾ ഉമ്മ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഉമ്മ എന്താ സംഭവിച്ചാൽ, ഉമ്മ നിങ്ങളെ മുന്നിലേക്ക് ചാനലിൻ്റെ മുന്നിലേക്ക് വരാം. പക്ഷേ ഉമ്മ ഈ 2 വർഷം ആയല്ലോ, അപ്പോഴും ഉമ്മ ഒരു വിശ്വാസത്തിലേക്ക് എടുത്തിട്ടില്ല. വരുമെന്നുള്ളതുണ്ട്. പക്ഷേ അവൻ വരട്ടെ, വന്നതിന് ശേഷം ഞാൻ എല്ലാവരുടെ മുഖത്തേക്കും എല്ലാവരുടെ മുന്നിലേക്കും വരാം എന്ന് പറഞ്ഞിട്ടാണ്. എന്നാലും അറിഞ്ഞിട്ടുണ്ട്, സന്തോഷത്തിലാണ്. പക്ഷേ നമ്മളെ വീട്ടിലേക്ക് വന്ന് കാല് കുത്തിയാലേ ഉമ്മ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയുള്ളൂ. റഹീമിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ട്? ഇല്ല, നമ്മൾ ഏകദേശം കമ്മിറ്റി നമ്മളെല്ലാവരും കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും എയർപോർട്ടിലേക്ക് വരും. പിന്നെ ബോച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വരും. അന്ന് തന്നെ പറഞ്ഞു പോയതാണ്. സമയം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് എത്തും, സ്വീകരിക്കാൻ ഞാൻ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇത് തയ്യാറായി നിൽക്കുകയാണ്. നമ്മളൊരു ആസൂത്രണം ചെയ്തിട്ടില്ല, എന്നാലോ വലിയ പരിപാടി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും SKN ഒരു കൃത്യമായൊരു തീയതി പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അബ്ദുൾ റഹീം ഈ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തും എന്നുള്ളതാണ്. വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം 20 വർഷത്തെ കാത്തിരിപ്പാണ്. അതിൽ ഉമ്മയാണ്. എന്തായാലും അബ്ദുൾ റഹീമിന്റെ മോചനം ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾ റിയാദിൽ നിന്ന് ജലീൽ കണ്ണമംഗലം നൽകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.